കോൺവെർസേഷൻസ് ചെയ്യാൻ വിക്രം എന്തിനെ പറ്റിയായിരുന്നു? നീ എൻ സർഗ സംഗീതമേ ഫുൾ പാട്ട്, മലയാളം പാട്ടുകളുടെ എല്ലാ പാട്ടും വരിയും എല്ലാം അറിയാവുന്നതാണ്. ഒരുപാട് സംസാരിക്കും. സിനിമ സെറ്റിൽ ഫൈറ്റിലെ പയ്യന്മാരൊക്കെ അവിടെ കിടക്കുമല്ലോ, ഫൈറ്റേഴ്സൊക്കെ. നമ്മൾ ആരെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി മുഴുവൻ പറയും. ഇയാളുടെ അച്ഛൻ ഇന്നാരായിരുന്നു, ഇവിടെ നിന്ന് ഇയാൾ ആദ്യമായിട്ട് ഇന്ന സിനിമയിലാണ് ഫൈറ്റ് ചെയ്യാൻ വന്നത്, അവിടെ വെച്ച് ഇയാൾക്ക് ഇന്ന ആക്സിഡൻറ്റ് പറ്റി, അത് കഴിഞ്ഞതായി ഇവരുണ്ട്, അവരും ഫൈറ്റേഴ്സ് തന്നെയാണ്. പിന്നെ അപ്പുറത്തെ പയ്യൻ അയാൾ ഇന്ന ഫൈറ്ററാണ്. സകലരെ അറിയാം. എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലേ എന്ത് കാര്യത്തിനെക്കുറിച്ചും ഭയങ്കര ഇൻഡെപ്തായിട്ട് നോളജ് ഉള്ള ഒരു ആളാണ്. ഇപ്പം ഞാൻ പറയും, പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ അഭിനയിച്ചാലേ, നടൻ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ച സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കും, ക്യാമറ ആംഗിൾ ലൈറ്റ് എല്ലാം പുള്ളി 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചിയാൻ സാർ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. പുള്ളി ഇതേപോലെ മുഴുവൻ 360 ഡിഗ്രിന്ന് പുള്ളിയെ വിളിക്കാം. കാരണം എല്ലാ കാര്യവും ആ ഷോട്ട് എടുക്കുമ്പോൾ പുള്ളിക്കറിയാം. പുറയുന്ന ഒരു സപ്പോർട്ടിങ് ആക്ടറോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ തെറ്റിച്ചാൽ സാറ് പെട്ടെന്ന് ഇതാവും. എന്നാച്ച് അവിടെ എന്നാ അങ്ങനെ ആക്കും. ഇതെന്തോ തരം സാറ്റലൈറ്റ് ഘടിപ്പിച്ച ചിത്രങ്ങളാണെന്ന് നമുക്ക് തോന്നും. രാജു അങ്ങനെയാണ്. ലൈറ്റ് ഓഫായ പുള്ളി കട്ട് ചെയ്തിട്ട് പറയാം ലൈറ്റ് ഓഫായി, അത് പോയി ഇത് പോയി, അങ്ങനെ എല്ലാം അറിയായിരിക്കും. നമ്മളൊക്കെയാണ് ഒന്നും അറിയില്ല, ഞാനൊന്നും അറിയില്ല. ആ ക്യാരക്ടർ ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും കുഴപ്പമായി എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്നല്ലാതെ വേറെ ഒരു കോൺസെൻട്രേഷനും എനിക്കൊന്നും പോകില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഞാൻ അങ്ങനെ അത്ഭുതത്തോടെ കാണുന്ന രണ്ട് മനുഷ്യർ. സകല കാര്യത്തെക്കുറിച്ചും അറിയായിരിക്കും. പിന്നെ മലയാളം പാട്ടുകൾ, പഴയ പാട്ടുകൾ നന്നായി പാടുകയും ചെയ്യും, നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. പഴയകാല പാട്ടുകളെക്കുറിച്ചൊക്കെ പ്രൊമോഷൻ വന്നപ്പോഴൊക്കെ അദ്ദേഹം പാട്ടാണ് കൂടുതൽ സംസാരിക്കും. പിന്നെ അവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കും, ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്ലോപ്പുകളെക്കുറിച്ച് സംസാരിക്കും, ജീവിതത്തിൽ സംഭവിച്ച തോൽവികളെക്കുറിച്ച് പറയും. ഞാൻ എങ്ങനെ അതിൽ നിന്ന് കരകയറിയെന്ന് പറയും. ചില സിനിമകളിൽ പോയിട്ട് അബദ്ധം പറ്റിയതിനെക്കുറിച്ച് പറയും. എന്ന് വെച്ചാൽ നമ്മളത് ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ ഇന്നെ വർക്കായില്ല, അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അത് ചെയ്തു, പക്ഷെ നടന്നില്ല. അങ്ങനെയൊക്കെ അതിനകത്ത് മറയൊന്നുമില്ല. ഭയങ്കര നന്നായിട്ട് വിഷ്ണു ഒരു ദിവസം ഇൻ്റർവ്യൂ ചെയ്തൊക്കെ വലിയ നമുക്ക് ഒരു കലവറ കിട്ടുന്നവർ. കാരണം കള്ളമേ പറയില്ല, എന്ത് ചോദിച്ചാലും ഓണസ്റ്റായിട്ട് സംസാരിക്കുന്നവർ. ഭയങ്കര രസമുള്ളൊരു വ്യക്തിത്വം, അതിശയിച്ചു പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് പറയുമ്പോൾ, അപ്പം അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്. ഈ പെരിയവർ വന്നിട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ലവ് ട്രയാങ്കിളൊക്കെ പോലെ ഒരു ക്രിമിനൽ ട്രയാങ്കിളാണല്ലോ അത്. ചെയ്യാൻ നിൽക്കുന്നു, ഇപ്പുറത്തെ പെരിയവർ നിൽക്കുന്നു, അപ്പുറത്തെ ഭാര്യ നിൽക്കുന്നു. അപ്പം ഭാര്യയുടെ അടുത്ത് എനിക്ക് വേറെ വഴിയില്ല എന്ന് കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വിധമുണ്ട്. ടെറസിൻ്റെ മുകളിൽ ആ ചായ വെച്ചിട്ട് പോകുന്ന സമയത്ത് എത്രയോ കാലമായിട്ട് അങ്ങനെ ഒരു ചെയ്യാനെ സട്ടിലായിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു തുള്ളി മാത്രം ഇങ്ങനെ വരുന്ന ചെയ്യാൻ കണ്ടിട്ട് കുറേ കാലമായി. അത് ഭയങ്കര അത് കിട്ടി. അത് അരുൺ സാറുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിൽ. രണ്ടും ഒരു സോളിൻ്റെ രണ്ട് വശം പോലെ നമുക്ക് തോന്നും. കാരണം എന്താണോ സാറ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാർ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ ഉണ്ട്. തുഷാരയുടെ ഒരു സീക്വൻസിൽ സാറിങ്ങനെ എനിക്ക് കാണാം, അരുൺ സാർ ഇങ്ങനെ തുഷാരയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ചെറിയ ഒരു ലവ് ബൈറ്റ് ഇവിടെ ഇട്ടാലോ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. ചെയ്യാൻ സാർ ഓപ്പോസിറ്റാ. ചെയ്യാൻ സാർ അവിടെ നിന്ന് അരുൺ എന്ന് പറഞ്ഞ് വരുന്നു, നടന്നിട്ട് വന്നിട്ട് നമുക്ക് ഒരു ലവ് ബൈറ്റ് പോളാം. അപ്പോൾ കറക്റ്റ് ഞാനിപ്പോൾ അതോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഇവർ തമ്മിലൊരു സിംഗിൾ അവർ തമ്മിൽ എനിക്കത് ചിത്ത എന്നാണ് സാർ വിളിക്കുന്നത്. അരുൺ സാർ ചിത്ത എന്ന് വിളിക്കും. ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. വലിയൊരു സ്നേഹവും ബഹുമാനമാണ്. അങ്ങനെ ഒരു സെറ്റ് വർക്ക് ചെയ്യാൻ പറ്റും, വലിയ ഭാഗ്യമായി പോയി വിഷ്ണു. ഭയങ്കര നല്ലതായിരുന്നു. ഒരുപാട് നല്ല മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എത്ര ലോക്കലാവണം അത്ര ഇന്റർനാഷണൽ ആവണം എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ പടം. അതെ എന്താ ഡ്രാമ ശരിക്കും. നമ്മുടെ ഈ പുറത്തൊക്കെ പടങ്ങൾ ഇപ്പോൾ മാർട്ടിൻ സ്കോർസെസിയൊക്കെ പടം പോലെ ഭയങ്കര ഡ്രാമ ഉണ്ട് അതിനകത്ത്. പക്ഷെ എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് സാധാരണ നാടൻ തോക്കും പരിപാടി ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ ബ്രിമ്മിലിരിക്കും സിനിമ കഴിയുന്നവർ അല്ലേ. അത് പിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ ഒറ്റ സീക്വൻസ് പോരെ, മാസിന് മൊത്തവും കൂടെ. മുറ എന്താ പഠിപ്പിച്ചേ? മുറയുടെ റിലീസിന് ശേഷം മുസ്തഫയുടെ കൂടെ ഇനി അഭിനയിക്കണമെന്ന് പഠിപ്പിച്ചു. മുസ്തഫയുടെ കൂടെയും പാച്ചിക്കയുടെ കൂടെയും ആ ഗ്രൂപ്പിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലെ നിരഞ്ജ്, പിന്നെ സന്ദീപ്, ആ ഫുൾ ഗ്യാങ് ഉണ്ടല്ലോ, എല്ലാവരുടെയും കൂടെ ഇനിയും വർക്ക് ചെയ്യണം എന്ന്. വിലപേശന ഒരു സീൻ ഉണ്ടല്ലോ, ഐ മീൻ കമ്മീഷൻ എത്ര കൊടുക്കണം 10, 20, 20, 25. അത് ആ സമയത്ത് ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ഓരോ സമയം നിൽക്കുക, ഓരോ സമയം ഇവർ നമ്മൾ വിചാരിച്ച പോലെയല്ല,
ഇവർ നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നുള്ളൊരു ഭാവം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കയറി വരും. അവരുടെ ജീവനാണോ വില പേശണേന്ന് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും. ഒരു രമ ചേച്ചി അവരുടെ ജീവനാണോ വില പേശണേന്ന് മുറ കാണുമ്പോൾ തോന്നും. വില പേശൽ സീൻ അതെങ്ങനെ വർക്കൗട്ട് എന്താ ഓർമ്മയുണ്ടോ അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ? പിന്നെ അത് സിനിമ തുടങ്ങിയതിന് മുമ്പ് ഒരു ഫുൾ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു ഞാനും മുസ്തു കൂടെ. ആ മുസ്തു പറഞ്ഞു തന്നപ്പോൾ ആ രമ എങ്ങനെയാണോ പറഞ്ഞത് അതെനിക്ക് കൺസീവ് ചെയ്ത് അത് തന്നെയാണ് റിപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതൊരു കോൺവെർസേഷൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ആ കഥ പറഞ്ഞു തന്നപ്പോൾ മുസ്തഫയ്ക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നു ക്യാരക്ടറിനെ കുറിച്ച്. അവരെന്താണോ അന്ന് പറഞ്ഞു തന്നത് അത് ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എനിക്ക് കിട്ടി, അത് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം രമയെക്കുറിച്ച് അതിനുശേഷം സ്ക്രിപ്റ്റ് നേരത്തെ തന്നിരുന്നു. നമ്മളതിനെക്കുറിച്ച് വായിച്ച് അതിനകത്ത് ഒരുപാട് ഡയലോഗ്സ് എൻ്റേതാക്കി. എന്ന് വെച്ചാൽ എഴുതിയിരുന്നത് മാറ്റിയിട്ട് ഞാൻ കണ്ണമ്മയെ വിളിച്ചിട്ട് ഇപ്പോൾ അവന്മാർ പിന്നെ ജാതയും തേങ്ങയെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്, അങ്ങനെ ആക്കിക്കോട്ടെ എന്നൊക്കെ ഞാനാണ് ചോദിച്ചത്. അങ്ങനെ ആയിരുന്നില്ല എഴുതിയിരുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ അവർ പറയുക, ജാതയും തേങ്ങയെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ്, യവനെ ഇന്ന് ഞാൻ കൊല്ലും, ഇതൊക്കെ ഇവനെ ഇന്ന് ഞാൻ കൊല്ലും, അതൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു. അത് നമ്മളതിൻ്റെ കയ്യിൽ നിന്നിട്ട് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലോട്ട് കയറിയപ്പോഴേ നമുക്ക് ആ സ്ത്രീ ഇങ്ങനെ പറയും എന്ന് തോന്നുമായിരുന്നു. അപ്പോൾ അതേപോലെ ആ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താണ് ആ ഗോഡൗൺ സീക്വൻസ് എന്നുള്ളായിരുന്നു ആ സീനിനെ കുറിച്ചുള്ള, എന്നാണ് അത് എടുക്കാൻ പോകുന്നത് എന്നുള്ളായിരുന്നു നമ്മുടെ കൊതിയോടെ കാത്തിരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അതും കുത്തുന്ന സീക്വൻസും, ഇത് രണ്ടുപേരും നമ്മൾ കാത്തിരുന്ന സീക്വൻസ്. കുത്തുന്ന സീക്വൻസിൽ എന്താ എത്ര കാത്തിരിക്കാൻ? അല്ല, എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇതുവരെ ആരും കൊന്നിട്ടില്ല, ശരിയാ. അല്ല, എന്നെ കൊല്ലുന്നതിൻ്റെ അല്ല, ആ തള്ളലൊക്കെ കൺവിൻസിങ് ആയിട്ട് വരുമോ, കോമഡി ആയി പോകാനുള്ള ഭയങ്കര ചെയ്യണ്ടല്ലോ. ഇഞ്ചിഞ്ച് മാറിയാ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് തള്ളി. അതിൻ്റെ ഒന്നാമത് ഇവിടെ എല്ലാ ഗുണ്ടകളായിട്ട് വന്ന സ്ത്രീകളും ഏറെ കയറിയ പാരമ്പര്യമുള്ളുണ്ട്. അത് എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നല്ല പേടിയുണ്ടായിരുന്നു വിഷ്ണു. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് സീക്വൻസ്, ഒന്നിന് പേടിച്ചിട്ടും മറ്റത് എക്സൈറ്റഡ് ആയിട്ടും. കൊല്ലുന്ന സീക്വൻസ് എനിക്ക് പേടിയായിരുന്നു. തോക്കൊക്കെ എടുക്കുന്നത്, ഒന്നത് തോക്ക് പോലും തൊട്ടിട്ടില്ല, അപ്പോൾ അത് എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ടെൻഷൻ്റെയും മറ്റത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യാൻ. പിന്നെ അവന്മാർ 4 പറന്ന ഭയങ്കര പുലികളല്ലേ ആ പയ്യന്മാർ. പിന്നെ എൻ്റെ മോനായിട്ട് അഭിനയിച്ച പയ്യനോ ഒരു കുറച്ച് നേരം കൊണ്ട് മൊത്തം അവിടെ ഉണ്ടാക്കി തന്നൊരു ടെററുണ്ടല്ലോ. അവരൊന്നും വേറെ സിനിമ കിട്ടിയില്ല. അവർ നല്ല പിള്ളേരാണ് എല്ലാവരും. ശരിക്കും കിട്ടേണ്ടതാണ്. എന്നെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ അവരെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്കൊന്നും ആയില്ലല്ലോ. എന്നത് എൻ്റെ മകനായിട്ട് അഭിനയിച്ച പയ്യനെ, അവൻ ആ ഒരു സീക്വൻസിലാണ് വരുന്നത്. ആ ഒറ്റ സീക്വൻസ് കൊണ്ട് ആ സിനിമ പിടിച്ചു നിർത്തി കളഞ്ഞു. അവനെ തിരിച്ചടിക്കുമ്പോഴാണ് ഏറ്റവും അവിടെ നിന്നാണ്. അപ്പോൾ അവനങ്ങനെ അഭിനയിക്കണമെങ്കിൽ ചെറിയ പരിപാടിയാണോ? സാധൊരു പയ്യനാ, കണ്ടാ തോന്നുന്നു അവൻ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ആ ഡ്രഗിന്റെ ഹൈയിലാണ് അവൻ ചെയ്യണത്. ഡ്രഗ് ഉപയോഗിക്കണത് കാണിക്കില്ല, അങ്ങനൊന്നുമില്ല. റിയൽ ലൈഫിലും ചെയ്യുന്നില്ല, ചുമ്മാ നിൽക്കുമല്ലേ അവിടെ. ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു പയ്യനാണ് അവിടെ വന്നത് ഇത്ര ടെറർ ഉണ്ടാക്കുന്നത്. ഹോസ്പിറ്റലിന് പുറത്ത് ഇങ്ങനെ മകൻ്റെ മെഡിക്കൽ കണ്ടീഷൻ പറയണ സീൻ, മകനാണ് അവിടെ കൊടുക്കണതെന്ന് പോലെ ഇമോഷൻ പോലില്ലാതെ സെൻറ്റൻസുകൾ മാത്രമാണ്. സെൻറ്റൻസിന് ജീവനൊന്നുമില്ല. കയ്യിന് ഇത് പറ്റി, കാലിന് ഇത് പറ്റി, ചതച്ചു കഴിഞ്ഞു, ബാലൻസ് കളഞ്ഞെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയണം. മെഡിക്കൽ ബുള്ളറ്റിന് എന്താ വായിക്കണ പോലെയാണ് രമ ചേച്ചി പറയണ. ഒരു ഇമോഷനും ഇല്ലാണ്ട് അതങ്ങനെ ചെയ്യണം. ആക്രോശം വേണ്ട, ദേഷ്യം വേണ്ട, അത് ആരുടെ ഐഡിയ ആയിരുന്നു? എല്ലാം നമ്മളോട് മുസ്തഫ അങ്ങനെ ഒന്നും അഭിനയിച്ച് കാണിച്ചൊന്നും തന്നിട്ടില്ല. എങ്ങനെയാണ് ചേച്ചി നമുക്കൊന്ന് നോക്കാം, റിഹേഴ്സലൊന്ന് നോക്കാം. റിഹേഴ്സൽ ടേക്കാക്കിയ സീനത്, റിഹേഴ്സൽ ടേക്കായിരുന്നു അത്. രണ്ടാമത് ഒറ്റ ടേക്കിൽ അത് കഴിഞ്ഞു. ഇത് മതി, ഒന്നും ചെയ്യേണ്ടതേ, കഴിഞ്ഞു ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നുവെച്ചാൽ അതിന് ഒരു ലോങ് കോറിഡോറാണ്. അപ്പം സുരാജും കണ്ണൻ അത് രണ്ടും കൂടെ ക്യാമറയിൽ ഓവർ ബോഡി കയറി ഇവരിങ്ങനെ കൂടെ ഫോളോ ചെയ്ത് ഇവിടെ വന്ന് ഈ ഡയലോഗ് പറഞ്ഞതിന് ശേഷം തിരിച്ച് ഇവർ നടക്കുമ്പോൾ ക്യാമറ കൂടെ പോയി, അവരങ്ങോട്ട് നടക്കുമ്പോൾ ആ ഷോട്ടാണ് എഡിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒന്നും പ്ലാനേ ചെയ്തിരുന്നില്ല, അങ്ങനെ ഒരു ഷോട്ടേ പ്ലാൻ ചെയ്തിരുന്നില്ല. അത് നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ചു. ഇവർ തിരിച്ച് പാച്ചിക്കയും ദീപക്കും കൂടെ തിരിച്ച് ക്യാമറയിൽ, ഫോക്കസ് പിള്ളേറിൻ്റെ പേര് ദീപക് എന്നാണ്, ഇങ്ങനെ എടുക്കണം. അവർ തിരിച്ച് നടന്നു. ഇവർ രണ്ടുപേരും നടന്നു, ഇവരും ഫോളോ ചെയ്തു പോയി. ഒറ്റ ടേക്ക് അവിടെ കഴിഞ്ഞപ്പോൾ മുസ്തഫ കൈയടച്ച് ടേക്ക് ഓക്കെ കഴിഞ്ഞു. പിന്നെ 2-3 ക്ലോസ് എടുത്തത് ഞാൻ ആ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീക്വൻസ്, കണ്ണാടിയിലെ ക്ലോസ് ഇല്ല ഇങ്ങനെ നോക്കുന്നത്. അത്രേ ഉണ്ടായിരുന്നല്ലോ ആ ഹോസ്പിറ്റലിലെ ഷൂട്ട്. മുറ കണ്ടിട്ട് ആളുകൾ എന്താ പറഞ്ഞ ഫീഡ്ബാക്ക്? ആരും എന്നെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ അഭിനയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്ക് രാമുക്കാരിയായിട്ട് അവാർഡ് കിട്ടി, ഫിനോമിനൽ പെർഫോമൻസ്. കൺഗ്രാജുലേഷൻ. JFW അവാർഡ് കിട്ടി, GK പിള്ള പുരസ്കാരം കിട്ടി. അപ്പം
ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടു അല്ലേ? കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത് ആരും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ എന്നോട് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അതേ അല്ല മുറയിൽ ഞങ്ങൾ കണ്ടത്. പിന്നെ 1-2 പേര് എന്നെ അറിയാവുന്നവർ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ഒരു സ്ത്രീയെ ഒരിക്കലും ജീവിതത്തിൽ കണ്ടു കാണൂല അല്ലേ? അല്ലേ, കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വിലപേശലോ അല്ലെ അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എക്സ്പോഷർ ഉണ്ടായിരുന്നിട്ടുണ്ടോ? അങ്ങനെ എക്സ്പോഷർ ഇല്ല എനിക്ക്. പക്ഷെ എന്നാലും അത് അഭിനയിച്ചപ്പോൾ ആൾക്കാരിങ്ങനെ വളരെ, അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം, ഞാൻ വില്ലത്തി ചെയ്യാനാണ് അടിപൊളി, മറ്റേ കാട്ടി നല്ലത്. വരലക്ഷ്മി ശരത് കുമാർ ഒഴിച്ചിട്ടൊരു കസാരമുണ്ട്, ആരെങ്കിലും ഒക്കെ ഒഴിച്ചിടട്ടെ, ഞാനിരുന്നോളാം. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ രസമുണ്ടെന്ന്. എൻ്റെ ആർക്ക് ഭയങ്കര ഡിഫറെൻറ്റ്, ഫ്രീഡം ഉണ്ടോ, പ്ലേ ചെയ്യാനുണ്ട്. ഇന്നർ ഇമോഷൻസ് കുറേ കൂടെ നമ്മൾ കാണിക്കാത്ത ഇമോഷൻസ് അകത്ത് കുറേ പ്ലേ ചെയ്യാനുണ്ട്. കാരണം പക, പിന്നെ അവരെ കുറച്ചൊരു സാഡിസം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗൂഢമായ നമ്മുടെ ലക്ഷ്യങ്ങൾ. മറ്റേതൊന്നും പ്ലെയിൻ അല്ലേ, സങ്കടം, സന്തോഷം, ദുഃഖം, ഞെട്ടൽ. ഈ മകന് പ്ലേറ്റിലേക്ക് ദോശ ഇട്ട് കൊടുക്കുന്നത് നിർത്താം, അതെപ്പോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ചെയ്യും അതൊക്കെ, ദോശയൊക്കെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു അർത്ഥമുള്ള സിനിമകൾ. ഞാൻ ഈ അടുത്ത ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സിനിമ ചെയ്തു വിഷ്ണു. സിനിമ അനൗൺസ് ചെയ്യാറായില്ല, അവർ പ്രൊഡക്ഷനിൽ അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ, നമുക്ക് ഒരു ഫോട്ടോ പോലും റിലീസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. പക്ഷെ ഇറ്റ്സ് സച്ച് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. ബ്യൂട്ടിഫുൾ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. 24 ദിവസം കൊണ്ട് ഷൂട്ടിങ്ങും കഴിഞ്ഞു. ഗംഭീര പടം. അതിൻ്റെ ഒന്നും പറയാനുള്ള പെർമിഷൻ ആയിട്ടില്ല. പ്രൊമോഷൻ എന്തായാലും ഞങ്ങൾ എല്ലാവരും വരും. കാരണം എന്ന് വെച്ചാൽ ആ ടീം ഷൂട്ടിങ് കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോയിട്ടില്ല. സാധാരണ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്ന, പിന്നെ അവരെ പരസ്പരം കാണുന്ന, പ്രൊമോഷന് കാണാം അല്ലെങ്കിൽ ഡബിങ്ങിന് കാണാം. ഇത് ഷൂട്ടിങ് കഴിഞ്ഞിട്ടൊരു 5 തവണയെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി, ഒന്ന് കഴിക്കാൻ പോയി, ഇൻഡസ്റ്റെല്ലർ കാണാൻ പോയി, കവര് കാണാൻ പോയി. ഈ ഗ്രൂപ്പ് ആക്ടേഴ്സും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സും കോസ്റ്റ്യൂമിലെ ആൾക്കാരും സ്റ്റില്ലും എല്ലാവരും കൂടെ ആരും ഫാമിലി ആയിപ്പോയി. ഈ സയൻസ് കുറെ അറിഞ്ഞാൽ ഇൻഡസ്റ്റെല്ലർ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇൻഡസ്റ്റെല്ലർ കാണുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവർ സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. ഒരു സിനിമ നമ്മൾ എന്ത് കാര്യം ഒന്ന് കാണും, അഭിപ്രായം പറയുന്നതിന് മുമ്പ്. സയൻസ് ഒന്നും അല്ലല്ലോ, അത് ഇമോഷനല്ലേ, അച്ഛനും മകളും വേറൊരു തരം ബന്ധവും ഒക്കെ അല്ലേ. ചേച്ചി റിവ്യൂസ് എഴുതിയിരുന്നില്ലേ പടത്തിൻ്റെ പണ്ടൊക്കെ? എന്തായിരുന്നു ആ റിവ്യൂസ് ഇപ്പോഴത്തെ റിവ്യൂസ് തമ്മിലുള്ള വ്യത്യാസം? അന്നും നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് കൊള്ളൂല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ആരും തന്നിരുന്നില്ല. ഇത്രയും അത് മോശമാക്കരുത് എന്നുള്ള ഒരു, മോശമാണെങ്കിൽ പോലും തീരെ ഇഷ്ടപ്പെട്ടില്ല എഴുതാതിരിക്കും. ഇപ്പൊ ബിഗ് ബി ഒക്കെ ഞാൻ എഴുതിയിരുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിവ്യൂ. എൻ്റെ നല്ല ബിഗ് ബി ഞാൻ റിവ്യൂ ചെയ്ത പടം ആ സമയത്ത്. കുറേ പടങ്ങൾ ബിഗ് ബി ഒക്കെ പിന്നെ ബിഗ് ബി ഞാൻ റീ റിലീസ് ചെയ്തിട്ടാണ്. ഞാൻ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് റീ റിലീസ് ചെയ്യും ഫാൻസ്. എന്റെ കുറിപ്പ് വന്നിട്ടുണ്ട് മനോഹർ ഫാഷത്തിൽ, സാറൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പടങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഫസ്റ്റ് ഡേ പോയി കാണുമായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെടാത്ത സിനിമയുണ്ടെങ്കിൽ അധികം എഴുതൂല. ബിഗ് ബി കാണുന്ന സമയത്ത് അങ്ങനത്തെ പടമൊന്നും മുമ്പ് വന്നിട്ടില്ല. അത്ര സ്റ്റൈല്, സ്ലോ മോഷൻ, മമ്മൂക്കയുടെ സ്റ്റോൺ ഫേസിൽ ആക്ടിങ്, എല്ലാത്തിനും വേറൊരു ഫ്ലേവർ ഇതുവരെ കാണാത്ത. അവിടെ നിന്നാണല്ലോ സ്റ്റാർട്ടിങ് മലയാള സിനിമയുടെ ഒരു വേറെ ഫേസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അവിടെ നിന്നാണല്ലോ പോസ്റ്റർ തന്നെ വെറൈറ്റി അല്ലേ. എന്തായിരുന്നു ബിഗ് ബി കണ്ടിറങ്ങിയപ്പോൾ മനസ്സിലായത്? അത് ഒരു പുതിയൊരു കാറ്റ് വീശിയ പോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ട ഒരു ഭയങ്കര പുതു കാഴ്ച, ഒരു പുതു വെളിച്ചം. അങ്ങനെ തന്നെയാണ് നമുക്കത് അനുഭവപ്പെട്ട ആ സിനിമ കാണുമ്പോൾ. എന്തൊരു ഡിഫറെൻ്റ് ആയിരുന്നു സിനിമ തിയേറ്ററിൽ കാണാനായിട്ട്. സ്വാഗ് എന്നൊക്കെ എന്ന് പറയാവുന്ന, സ്വാഗ് എന്നുള്ള വാക്കൊന്നുമില്ല, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടെക്സ്ചറിങ്ങിൽ, ലൈറ്റിങ് പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ഡിഫറൻസിൽ രണ്ടുമാണ് കണ്ടു ഞാനത്. നമുക്ക് ഭയങ്കര ഒരു ഇതാണ് സിനിമ എന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ മലയാള സിനിമ മാറുമായിരുന്നല്ലോ. ഇപ്പം സോൾട്ട് പേപ്പർ വരുന്നു, കോക്ടെയിൽ വരുന്നു, ട്രാഫിക് വരുന്നു. അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ 2008 തൊട്ട് അങ്ങനെ പ്രോബബ്ലി 11 തൊട്ടിട്ട് ചാപ്പക്കുരിശ് തൊട്ടിട്ടൊക്കെ ഇങ്ങനെ മാറുമായിരുന്നല്ലോ. ചാപ്പക്കുരിശ് ആ സമയം തൊട്ടിട്ട്. അപ്പോൾ നിങ്ങൾ സിനിമ ഫോളോ ചെയ്യുന്ന ആളുകൾ അവരുടെ ഇടയ്ക്കുള്ള ടോക്ക് എങ്ങനെയായിരുന്നു? നമ്മുടെ സിനിമ മാറി തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെയായിരുന്നു? എന്തായിരുന്നു ആ സമയത്ത്? 2011 ഞാനും സിനിമ അഭിനയിക്കാൻ തുടങ്ങിയത്. ഞാൻ 2007 വരെ ഉള്ളൂ എൻ്റെ പരിപാടി, എഴുത്തും കാര്യങ്ങളൊക്കെ. സിനിമ മാറി, ചാപ്പക്കുരിശൊക്കെ ഡെഫിനറ്റ്ലി സിനിമ മാറി തുടങ്ങി എന്ന് പറയുന്ന ഒരു സംസാരം ഉണ്ടായിരുന്ന കാലഘട്ടം തന്നെയാണ്. പുതിയൊരു സിനിമയുടെ വേവ് വരുന്നുണ്ട് എന്നുള്ള. 5 സുന്ദരികൾ പോലെയുള്ള സിനിമകൾ വരുന്നു. അങ്ങനെ ഒരു വ്യത്യാസമുള്ള സിനിമകളുടെ ഒരു ടെക്സ്ചറിങ് ഒക്കെ വരുന്നു.
അത് ഒരുപാട് പോസിറ്റീവായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ വളരെയധികം സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ രമ ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോൾ അവർ റോ ആയിട്ടുള്ളൊരു സ്ത്രീയാണല്ലോ. ചേച്ചി അങ്ങനെ റോ ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, എയ്ഡ്സ് ഇറാഡിക്കേഷനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരൊക്കെ ആയിട്ട് ഇടപഴകിയിട്ടുണ്ട്. ആ കാലഘട്ടത്തെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രഷറാണ് സത്യം പറഞ്ഞാൽ. അത് വേറെ വളരെ വിരളമായിട്ട് കേരളത്തിലെ ചില സ്ത്രീകൾക്ക് തന്നെ ആ അനുഭവം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അവരുടെ കൂടെ ജീവിച്ചതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അത് എത്ര മാത്രം ഇപ്പോൾ പറയാൻ പറ്റും? ഇഷ്ടമാര് പറഞ്ഞു തന്നത് എൻ്റെ ദൈവമേ. അതെന്താ അറിയോ, എയ്ഡ്സ് സെല്ല്, സ്റ്റേറ്റ് എയ്ഡ്സ് സെല്ലിൻ്റെ, അത് 94 സ്റ്റേറ്റ് എയ്ഡ്സ് സെല്ലിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സൺസ് കുറച്ച് പേര് ഇവർ ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്തു. അപ്പം ഞാനന്ന് കാര്യവട്ടത്ത് പഠിക്കുവാണ്. അപ്പോൾ കുറച്ച് സാർമാർ പറഞ്ഞ് സൈക്കോളജിയൊക്കെ പഠിച്ച കുറച്ച് ആൾക്കാരെ വിടണം. ശ്രീനിവാസ് സാർ എന്ന് പറഞ്ഞ സാറാണ് നമ്മളെ ട്രെയിൻ ചെയ്തത് സ്റ്റേറ്റ് എയ്ഡ്സ് സെല്ലിൻ്റെ. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ റിസോഴ്സ് പേഴ്സൺസ് ആക്കുകയാണ്, ഞങ്ങൾ പോയി ക്ലാസ് എടുക്കണം ഓരോ സ്ഥലത്ത് പോയിട്ട്. എനിക്ക് തന്നിരുന്ന സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ ഈ കോളനികളിൽ ഹാർവിപുരം കോളനി, കുലശേഖരം കോളനി, അങ്ങനെ പല സ്ഥലത്ത് കോളനി എന്നിപ്പോൾ പറഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ കുറച്ച് വേറെ തരം അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ അതിനെ പറയാൻ പാടില്ല, ഇപ്പോൾ എൻ്റെ പുതിയ പേര് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ സ്ത്രീകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന സ്ത്രീകളുടെ കൂടെയാണ് ഈ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള സ്ത്രീകളാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കോണ്ടോം യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിൻ്റെ കോണ്ടോം എങ്ങനെയാണെന്ന് പറയാം, അങ്ങനെ പീനിസിൻ്റെ മോഡലൊക്കെ കാണാം, അങ്ങനെയൊക്കെ കാണിച്ചൊക്കെ കൊടുക്കണം. അപ്പം ഈ പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കൊക്കെ ഇടും. വേണം എവളെ എൻ്റെ ഭർത്താവിന് എവളാണ് വേണം കുഴപ്പം, ഇവളെ കണ്ടാൽ എനിക്ക് വരും വേണം വയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവളോ പിന്നെ വലിയ സാവിത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അടികൂടും. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ അടികൂടും സമാധാനം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെ അവിടെ ഇരുത്തി നല്ല രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ കാര്യം പോയി ഇനി എന്നും ക്ലാസ്സാണ്, എവിടെയെങ്കിലുമൊക്കെ വിടും നമ്മളെ. അപ്പോൾ ഒരു ദിവസം MG കോളേജിൽ പിന്നെ ക്ലാസ് എടുക്കാനുള്ള ആൾ വന്നില്ല. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കുന്ന വേറെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അന്ന് റിസോഴ്സ് പേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ശീലമായല്ലോ. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ മറന്നുപോയി. കോണ്ടോംന്നോ അല്ലെങ്കിൽ ഇത് പീനസിൻ്റെ മോഡലൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു ഇതൊക്കെ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സദാചാര വിഷയമുണ്ടെന്നൊക്കെ മറന്നുപോയി. നമ്മൾ ഈ സ്ത്രീകളിലൂടെ ആണല്ലോ യൂസ്ഡായി. ഇതെടുത്ത് ഒരു കൊച്ചിനടുത്ത് ഇത് പറയാനായിട്ട് ശ്രമിച്ചു, കൂട്ടക്കരച്ചില്ല. ഒരു പെങ്കൊച്ച ഞാൻ ഈ ടൈപ്പ് അല്ല എന്നൊക്കെ. നമ്മൾ അയ്യോ എൻ്റെ ദൈവം, എന്നെ ഒരു തല്ലിയില്ലെന്നേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങി ഓടി. അതിനുശേഷം പിള്ളേര് ഭയങ്കര വളമായി. നമ്മളെന്തോ ഭയങ്കര തെറ്റൊക്കെ ചെയ്തു, ഒരു ഭയങ്കരമായിട്ട് സ്ത്രീകൾ പെൺകുട്ടികളെ ആക്ഷേപിച്ച പോലെയൊക്കെ ആയി. ഞാൻ പെട്ട് അവസാനം സ്റ്റേറ്റ് എയ്ഡ്സിലെ ആൾക്കാരൊക്കെ വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് പോയി. അവിടെ ഒന്നും പറയണ്ട കൊച്ചേ. അതിനുശേഷം ഈ കൊച്ച് ഇവിടെ കാര്യമായിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ MPhil ചെയ്യുമ്പോൾ ഈ കൊച്ച് അവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത്. ഈ കരഞ്ഞ കൊച്ച് കൈ കിട്ടിയതിന് അതിനെ ഞങ്ങളന്ന് റാഗ് ചെയ്ത് റെഡിയാക്കി. റാഗല്ല, കളിയാക്കി. എന്നുവെച്ചാൽ അത്ര ഭയങ്കര സദാചാരം, ഒന്നും പറയാൻ കേൾക്കുക ഒന്നും പാടില്ല, ഒന്നും അറിയാത്ത. അയ്യോ, അന്ന് അങ്ങനെ ഒരു സെറ്റ് ഉണ്ടായിരുന്നല്ലേ, അങ്ങനെ നല്ല പെൺകുട്ടികൾ, നല്ല പെൺകുട്ടികൾ, പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടെന്നേ. ഭയങ്കര ഒരു സിനിമയിലും ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാളാരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല. കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുമോ, വരുമോ, ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. പ്രതികരിക്കുന്നതിന് ഒരു കളി തമാശയായിട്ടും വഴക്കല്ലാതെ അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഈ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കണം.
എന്ത് നാടോ എന്ന് ചോദിക്കാം. അത് ചോദിച്ച് അല്ലെങ്കിൽ തമാശ വെറുതെ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓയ്യോ ഞാൻ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ജോലി എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യാണെന്നുള്ള മോഡിലോട്ട് നമ്മൾ പോകും. ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവരെ തോപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇനിയൊട്ടും ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ശരിയായതിന് ശേഷം നമ്മൾ വന്ന് ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. ലളിതാംബിക IAS പറയുമായിരുന്നു, ഫസ്റ്റ് IAS ഓഫീസർ. അവിടെ സ്ത്രീകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത കാലത്താണ്. അവർ പറയുന്നത് സ്ത്രീകൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി, അതായത് ആണുങ്ങൾ 100 കിലോമീറ്റർ ഓടുന്നത് 10 മിനിറ്റിലാണെങ്കിൽ ഞങ്ങളത് 5 മിനിറ്റ് ഓടണം. എന്നാൽ മാത്രമേ നമുക്കൊരു പരിഗണന കിട്ടുള്ളൂ. അവരങ്ങനെ ഓടി ജയിച്ച സ്ത്രീകളാണ് നമ്മളുടെ പിൻഗാമികളായിട്ട് വന്ന് നമുക്ക് വഴി തെളിച്ചിട്ടുള്ളത്, അല്ലേ? ഞങ്ങളുടെയൊക്കെ കാലത്തും അതെ. എല്ലാ കാലത്തും നമ്മളെ കുറ്റം പറയാനും ട്രോൾ ചെയ്യാനും, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ല, എന്നാൽ പോലും ചീത്തപ്പേര് പറയാനും പോസ്റ്റേഴ്സ് ഒട്ടിക്കാനും എല്ലാം നമ്മളെക്കുറിച്ച് അപവാദം പറയാനും എല്ലാം എല്ലാ കാലത്തും ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മൾ ലൈഫിൽ വളരില്ല, വളരാൻ പറ്റുകയില്ല. നമ്മളുടെ ഫോക്കസ് എന്താണ്? നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം. അതിന് ബാക്കിയുള്ളവരെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുക. അതിനാവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി, അതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കരുത്, അല്ലേ? ആരുടെ അപ്രൂവൽ നമുക്ക് വേണ്ടല്ലോ. നമ്മളിതിന് അവരുടെ അപ്രൂവലും കൂടെ നമുക്ക് വേണമെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അവരോട് ചീത്ത പറയാനും പോടാന്ന് പറയാനും പറ്റാത്തത്. ആരുടെ അപ്രൂവൽ അവർക്കും വേണ്ട, നമുക്കും വേണ്ട. നമ്മൾ ജോലി ചെയ്യാൻ വന്നാൽ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ ജോലി ചെയ്യും. ആ വാശി വേണം. ജീവിതം ഒരുപാട് മുന്നോട്ട്, സിനിമാ ജീവിതവും ഇനി ഒരുപാട് മുന്നോട്ട്. നേരത്തിന് ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷം. വിഷ്ണുവിനോട് സംസാരിക്കാൻ എപ്പോഴും രസമാണ്. ഞാൻ ഒരു ദിവസം പറഞ്ഞില്ല നമുക്ക് ഒരുപാട് സംസാരിക്കാം. ഞാൻ അതുകൊണ്ട് എത്രയും സംസാരിക്കും. താങ്ക് യു. ചേച്ചിയോട് സംസാരിക്കാനും കുറേ സന്തോഷം. ഏറ്റവും ഇഷ്ടം ചേച്ചി ഓരോ മനുഷ്യനായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ ഓർമ്മ വെച്ചേക്കും. അത് വിവരിക്കുന്ന വിധം, അങ്ങനത്തെ ആളുകളെ നമുക്കിപ്പോൾ കുറച്ച് റെയറാണ്. എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതാകുമ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ വേറൊരാളോട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴല്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അമൽനീരദിനെ കുറിച്ച് 100 കാര്യം പറയും, അഞ്ജലിയെക്കുറിച്ച് 100 കാര്യം പറയും. അഞ്ജലിയുടെയൊക്കെ ശരിക്കും പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അഞ്ജലി FFKയിൽ മിറ്റ അഞ്ജലിയാണ് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഇൻസിഡൻ്റൊക്കെ ഒരിക്കൽ പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കൽ പറയാം. അതെ, നമുക്ക് ഇനിയും പറയാനുണ്ട്.